ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മയുടെ അവസ്ഥ കണ്ട് കല്യാണിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കല്യാണിയാണെങ്കിൽ ഭാനുമതി അമ്മയെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഭാനുമതി കല്യാണിയെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ നന്ദി പ്രകടനങ്ങളും ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കല്യാണി ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നന്നായി കരയാനൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വിശ്വസിച്ച് പോവുകയാണ്. അതിനുശേഷം ഭാനുമതിയെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും രതീഷിന്റെ വീട്ടിലോട്ട് പൊക്കോളാം, അവിടെ എന്തായാലും കാദംബരിക്ക് ഒരാളുടെ ആവശ്യമാണല്ലോ, അവർ പൈസ കൊടുത്തപ്പോൾ ആള് നിർത്തേണ്ട, ഞാൻ ചെയ്തു കൊടുത്തോളാം എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലെ പണികളും കുഞ്ഞിന്റെ കാര്യവും അതുപോലെ കാദംബരി മോളുടെ കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം മോളെ, എന്നെ അവിടെ ആക്കിയാൽ മതി, എനിക്ക് 3 നേരത്തെ ഭക്ഷണം മാത്രം തന്നാൽ മതി എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു വേലക്കാരിയെ പോലെ അവിടെ നിർത്താൻ നമ്മുടെ കല്യാണിക്ക് മനസ്സ് വരുന്നില്ല. കല്യാണി പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ അവിടെ വേറെ ആളെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്, അമ്മമ്മ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ പോരി വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ഭാനുമതി അമ്മയെ. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അവിടെ കിരണും ദീപയ്ക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരിങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വലിയ ചർച്ചയാകുന്നുണ്ട്. എല്ലാവരും കല്യാണിയെ വിമർശിക്കുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ കൊണ്ടുവന്നത്, നിനക്ക് ഓരോ കാര്യങ്ങൾ നീ ഓരോരുത്തരെ ചേർത്ത് വെക്കുമ്പോൾ നിനക്ക് ആപത്ത് മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ പ്രകാശന്റെ അയാളുടെ കടം നീ കഴിഞ്ഞ പ്രാവശ്യം നീ ആ രാജപ്പന്റെ 10 ലക്ഷം വീട്ടി അയാൾക്ക് അറ്റാക്ക് വന്നപ്പോൾ ഹോസ്പിറ്റൽ ചെലവും കാര്യങ്ങളൊക്കെ നീ നോക്കി, അവരുടെ സഹതാപം, അവരുടെ ദയനീയാവസ്ഥ കണ്ടിട്ട്, എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്, നിനക്ക് തിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് മടിയല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിരണാണെങ്കിലും അതുപോലെ തന്നെ ദീപയാണെങ്കിലും ദീപ തീർത്ത് പറയുന്നുണ്ട്, വേണ്ട, ഇവരിവിടേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയാണ്. അപ്പോൾ കല്യാണി പറയാണ്, വേണ്ട അമ്മ, അങ്ങനെയൊന്നും പറയരുത്, കാരണം ആ അമ്മൂമ്മയുടെ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, വൃദ്ധസദനത്തിൽ ആ പ്രകാശൻ അവിടെ ആക്കി പോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എത്രയായാലും 19 വയസ്സ് കഴിഞ്ഞതല്ലേ, ഈ പ്രായത്തില് രാമായണം അതുപോലെ തന്നെ നാമം ജപിച്ച് കഴിയേണ്ട സമയമാണ്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി അമ്മ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരു വിധത്തില് അമ്മൂമ്മ വീടിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ആർക്കും ഇഷ്ടമില്ലെങ്കിലും അങ്ങനെ കയറി കൂടുകയാണ്. പക്ഷേ നമ്മുടെ ഭാനുമതി അമ്മ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. കാരണം ഇപ്പോഴത്തെ തൽക്കാലത്തെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് കല്യാണിക്കൊപ്പം കൂടിയിട്ടുള്ളത്. കാരണം ഇനി മനസ്സ് അവരുടെ ഒപ്പം കൂടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ പോലും പൈസ കയ്യിലില്ല. ഇത്രയും നാളും തെണ്ടി അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെലവുകളൊക്കെ നടത്തിയത്. അങ്ങനെ ഭാനുമതി അമ്മ അവിടെ വന്ന് ആദ്യത്തെ കുറച്ചു നാൾ നല്ല സ്നേഹത്തിലും അതുപോലെ തന്നെ സ്വഭാവമൊക്കെ നല്ല മാറ്റം കാണിക്കുന്ന പോലെ തന്നെയാണ് പെരുമാറുന്നത്. കല്ലുമോനൊക്കെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ താര എവിടെ ഉണ്ടല്ലോ, അപ്പൊ താരയൊക്കെ അവരോടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കുകയും അടുക്കളപ്പണിയൊക്കെ ഓടി നടന്ന് എല്ലാ പണികളും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ എല്ലാ പണികളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഭാനുമതി അമ്മ. അമ്മൂമ്മ വന്നിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, വേറെ പല ലക്ഷ്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇവരുടെ കയ്യിൽ നിന്നും കുറെ പണം അടിച്ചു മാറ്റണം, എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് അടിച്ചു മാറ്റി തൻ്റെ മകന്റെ ജീവിതം കൂടി രക്ഷപ്പെടുത്താൻ. കാരണം പ്രകാശന് ഇവരറിയാതെ പണം സഹായിക്കുന്നൊക്കെയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് കിട്ടുന്ന പണം അവൻ ആരും അറിയാതെ മാർക്കറ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് വഴിയരികിൽ വെച്ചിട്ട് പ്രകാശൻ ആ പൈസ കൈമാറുകയും പ്രകാശന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികം മാത്രം. കാരണം ഒരു മകനാണല്ലോ, മകനൊരു തെരുവിൽ ഇങ്ങനെ തെണ്ടിത്തിന്ന് നടക്കണ കാണുമ്പോൾ ഏതൊരു അമ്മയ്ക്കും സഹിക്കില്ല ആ അമ്മ അത് ചെയ്യുന്നത്. അപ്പൊ ആ അമ്മയെ തെറ്റ് പറയാനും സാധിക്കില്ല. അതൊക്കെ അറിഞ്ഞെങ്കിലും ആരും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ അതിനുശേഷം പിന്നീടാണ് ആ ഭാനുമതി അമ്മയുടെ മനസ്സിലേക്ക് ആ വലിയ ക്രൂരമായ കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത്. വേറൊന്നുമല്ല, വിക്രത്തിനെ കാണുന്നുണ്ട്. വിക്രവും അതുപോലെ തന്നെ സരയൊക്കെ ഭാനുമതി അമ്മയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ കൂടിയത് എന്ത് കാര്യത്തിലാണ്, കാരണം നിങ്ങളൊക്കെ എന്തോരം ദ്രോഹിച്ചിരിക്കുന്നു, നമ്മളൊക്കെ നല്ല രീതിയിൽ എത്തേണ്ടതല്ലേ ആയിരുന്നത് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. എല്ലാവരും ചേർന്ന് നമ്മളെയൊക്കെ താറടിച്ച് കാണിച്ചില്ല, ഇപ്പൊ എന്തായി, നമ്മളുടെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, എന്തായാലും അമ്മൂമ്മ ആ വീട്ടിലെത്തിയത് നന്നായി, ഞങ്ങൾക്ക് വേണ്ട സഹായം അമ്മൂമ്മ ആ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സരയു പറയുന്നുണ്ട്,
ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ താര എന്ന് പറയുന്ന സ്ത്രീ അവിടെ ഉണ്ടല്ലോ, ആ സ്ത്രീയെ അമ്മ അപകടപ്പെടുത്തണം, അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്ന് സരയു പറയണ കേൾക്കുമ്പോൾ ഭാനുമതി അമ്മയുടെ കണ്ണൊന്ന് തള്ളുന്നുണ്ട്. കാരണം അവിടെ നിന്ന് അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇപ്പൊ ആരും തന്നെ സംശയിക്കില്ല എന്ന് തന്നെയാണ് ഭാനുമതി വിചാരിക്കുന്നത്. അപ്പോ ഭാനുമതി പറയാണ്, ഞാൻ പതുക്കെ മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം, എനിക്ക് അവരോട് പൂർണ്ണമായ ദേഷ്യമൊന്നും മാറിയിട്ടില്ല, പിന്നെ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ശത്രുവിനെ ശരിക്കും കല്യാണി വീടിൻ്റെ അകത്തേക്ക് വിളിച്ച് കയറ്റുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മുടെ താരയെ കൊല്ലാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ, വിഷം എന്തോ ഒരു പൊടിയും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ താരയുടെ ഭക്ഷണത്തിൽ കലക്കി കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, ഇപ്പൊ താരയെ തന്നെയല്ല, അവിടെ ആര് മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതിപ്പോ ഈ പൊടി ആര് കഴിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വിക്രവും സരയും ഭാനുമതിയെ കണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഭാനുമതി ആ വിഷമൊക്കെ വാങ്ങിയിട്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴും ഭയങ്കര സ്നേഹം, അഭിനയവും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നമ്മുടെ ഭാനുമതി താരയെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നും തന്നെ നടക്കുന്നില്ല. വേറൊന്നുമല്ല, ഈ ഭാനുമതി അമ്മ ഇവിടെ വന്ന് കയറിയ അപ്പോൾ തന്നെ കിരണിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രസേനനൊക്കെ രൂപയും എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരവിടെ വന്ന് കൂടിയിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായി അവരുടെ മനസ്സ് അവർ ശുദ്ധ മനസ്സാണെന്ന് വിചാരിക്കേണ്ട, അവരുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അവരെ വിശ്വസിക്കേണ്ട, പൂർണ്ണമായും വിശ്വസിക്കേണ്ട എന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കിരണൊക്കെ ഇവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സരയുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വിക്രമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവരുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയും കാര്യങ്ങളൊക്കെ കിരൺ കാണുന്നുണ്ട്. അങ്ങനെ കിരണിന് കാര്യങ്ങൾ മനസ്സിലാവാണ്. കിരൺ ആണെങ്കിൽ ഭാനുമതി അമ്മയോട് ഒന്നും അറിയാത്ത പോലെ തന്നെയാണ് നിൽക്കുന്നത്. അതിനുശേഷം കൈയോടുകൂടി തന്നെ ഭാനുമതിയെ പിടിക്കുന്നുണ്ട്, ആ ഒരു വിഷം കലർത്താൻ നിൽക്കുന്ന ആ ഒരു സമയത്ത്. അപ്പൊ പെട്ടെന്ന് ഭാനുമതി അമ്മ ഞെട്ടിപ്പോവുകയാണ്. നിങ്ങൾ ഈ കുടുംബത്ത് വന്ന് കയറിയിട്ട് ഈ വീട്ടിലുള്ളവരെ അപകടപ്പെടുത്താൻ നോക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം താനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരു കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ആ ഒരു അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ കല്യാണിയാണെങ്കിൽ ഭാനുമതി അമ്മയെ തന്നെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, എൻ്റെ ദയയിൽ നിങ്ങൾ ഇവിടെ വന്ന് കയറിയതാണ്, ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവരെ അവിടെ നിന്നും ആട്ടിയിറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നന്നാവില്ല എന്ന് വിചാരിച്ച് നടക്കുകയാണ് ഭാനുമതിയും പ്രകാശനും വിക്രവും. അവര് ഇത് പഠിച്ചതൊന്നുമല്ല, ഇതൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. ഇനിയും അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ആ ഒരു അനുഭവത്തിൽ കൂടി മാത്രമേ അവരിനിയും നന്നാവുകയുള്ളൂ. അല്ലാതെ ഈ ഒരു കാര്യത്തിൽ അവർ നന്നാവുന്ന ഒരു പ്രതീക്ഷയും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിയെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ എന്തിനാണ് നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ല, നിനക്ക് എല്ലാവരെയും കാണുമ്പോൾ ഇത്തിരി സഹതാപം സ്നേഹമൊക്കെ കൂടുതലാണ്, നിന്റെ ആങ്ങളെയും അതുപോലെ അച്ഛനെയും വെറുത്ത പോലെ ഇവരെ നീ വേർതിരിക്കണം, ഇവരാണ് ആ മകനെയും ചെറുമകനെയൊക്കെ ഇത്രയും വഷളാക്കിയത് ഇവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ചേർന്ന് കല്യാണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഭാനുമതി അമ്മ കൊണ്ടുവന്ന സ്പീഡിൽ തന്നെ അവിടെ ഇറക്കി വിടുകയാണ് കല്യാണി ചെയ്യുന്നത്, പൊക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തനിക്ക് കിട്ടിയ ആ സൗഭാഗ്യം കൂടി അവർ തന്നെ അത് ഇല്ലാതാക്കുകയാണ്. അത് സരയും നമ്മുടെ വിക്രവും ഒക്കെ കാരണമാണ് അതൊക്കെ നഷ്ടപ്പെടുന്നത്. വീണ്ടും തെരുവിലേക്ക് എന്ന പോലെ ഭാനുമതി ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതൊക്കെ ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.